വെൽക്കം ഫ്രം മാഗ്ന ജൂറിസ്. സോ നമ്മുടെ പ്രീവിയസ് സെഷനിൽ കോൺട്രാക്ട് ലോൻ്റെ ബേസിക്സ് ആണ് നോക്കിയത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഡെഫിനീഷൻ കണ്ടു, ഒറിജിൻ കണ്ടു, എസെൻഷ്യൽസിൻ്റെ ഔട്ട്ലൈൻ കണ്ടു, എക്സാമ്പിൾസ് കണ്ടു. ഇനി നമ്മൾ നമ്മുടെ പാർട്ട് 2 നോക്കുന്നത് ഡീറ്റെയിൽഡ് വേർഷനാണ്. അതായത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വേർഷനാണ്. ഈച്ച് എസെൻഷ്യൽ ഇൻ ഡെപ്ത് പ്ലസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പാർട്ട് 2 ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ടു കോൺട്രാക്ട് ലോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയത്. എന്തൊക്കെയായിരുന്നു? ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ലോഫുൾ എൻഫോഴ്സിബിൾ ആയിരിക്കണം, പിന്നെ ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. ആദ്യം തന്നെ എന്താ നമ്മൾ കണ്ടത്? ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ സെക്ഷൻ 2 ക്ലോസ് എ അല്ലെങ്കിൽ അതുപോലെ തന്നെ സെക്ഷൻ 2 ക്ലോസ് ബിയിലാണ് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസലിൻ്റെ സെക്ഷൻസ് വരുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ assent of that other, it is called an offer or proposal. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള വില്ലിങ്നെസ് സിഗ്നിഫൈ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അങ്ങനെ വില്ലിങ്നെസ് സിഗ്നിഫൈ ചെയ്യുന്നത്? അയാളുടെ ആ അതർ പേഴ്സണിൻ്റെ സമ്മതം ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആൻ ഓഫർ ഓർ പ്രപ്പോസൽ. അതിനെയാണ് ഒരു ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇതിലെന്താ വേണ്ടത്? ഈ കൊടുക്കുന്ന ഓഫർ ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് ആയിരിക്കണം. നല്ല ക്ലിയർ ഡെഫിനിറ്റ് ഓഫർ ആയിരിക്കണം. അതുപോലെ തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ളൊരു ഓഫർ ആയിരിക്കണം ഇങ്ങനെ വെക്കേണ്ട ഓഫർ. ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ടൈപ്സ് ഓഫ് ഓഫറിൽ 4 ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ആണ് വരുന്നത്. എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, ജനറൽ ഓഫർ ഉണ്ട്, സ്പെസിഫിക് ഓഫർ ഉണ്ട്. അപ്പോൾ ഇൻ കോൺട്രാക്ട് ലോ an express offer is a clear and definite proposal made by one party, the offerer, to another, the offeree. അതായത് ആരാണോ ഓഫർ വെക്കണേ അയാളെയാണ് ഓഫറർ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണോ ഓഫർ വെക്കുന്നത് അയാളെയാണ് ഓഫറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രപ്പോസൽ മെയ്ഡ് ബൈ വൺ പാർട്ടി, പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യണം, മെയ്ഡ് ചെയ്യണ ആളെയാണ് ഓഫറർ എന്ന് വിളിക്കുന്നത്. പ്രപ്പോസൽ ആർക്ക് വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളെയാണ് ഓഫറി എന്ന് വിളിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യണത് ആരാണോ പ്രപ്പോസൽ ഓഫറർ ഫോർവേഡ് ചെയ്യുന്ന പ്രപ്പോസൽ ആരാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അയാളെയാണ് ഓഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻ എ കോൺട്രാക്ട് ലോ ആൻ എക്സ്പ്രസ് ഓഫർ ഈസ് എ ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് പ്രപ്പോസൽ മെയ്ഡ് ബൈ വൺ പാർട്ടി ടു അനദർ. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വെക്കുന്ന ഒരു പ്രപ്പോസലാണ് ഒരു എക്സ്പ്രസ് ആയിട്ടുള്ള ഓഫർ, ഒരു ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് പ്രപ്പോസലാണ്. എങ്ങനെയാണ്? കമ്മ്യൂണിക്കേറ്റഡ് ഈദർ വെർബലി ഓർ ഇൻ റൈറ്റിംഗ്. അതായത് വെർബലി അല്ലെങ്കിൽ റൈറ്റിങ്ങിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രപ്പോസലാണ് എക്സ്പ്രസ്ഡ് ഓഫർ എന്ന് പറയുകയാണെങ്കിൽ. ഇൻഡിക്കേറ്റിംഗ് എ വില്ലിംഗ്നെസ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് അണ്ടർ സ്പെസിഫിക് ടേംസ്. അതായത് സ്പെസിഫിക് ടേം വെച്ചിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള വില്ലിംഗ്നെസ് ആണ് ഇതിൽ പറയുന്നത്. ഇറ്റ് is a straightforward communication where the offerer's intention to contract is explicitly stated. അതായത് എക്സ്പ്ലിസിറ്റ്ലി ഈ ഓഫറിൻ്റെ ഇൻറ്റൻഷൻ ഇതിൽ കൊടുക്കും. അങ്ങനെയാണ് എന്താ പറയുക, ദ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ഔട്ട്ലൈൻ ടേംസ് ഓഫ് ദ പ്രപ്പോസഡ് അഗ്രിമെൻറ്റ്. അതായത് ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അഗ്രിമെൻറ്റിൻ്റെ എന്താ പറയുക ടേംസ് അതിൽ ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യണം, ലീവിങ് ലിറ്റിൽ റൂം ഫോർ ആംബിഗ്യൂട്ടി. ഇനി എന്താ പറയുന്നത്? വെർബൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് എക്സ്പ്രസ് ഓഫറിലുള്ളത്. അതായത് എഴുത്തിലൂടെയോ പറഞ്ഞിട്ടോ ഉള്ള ഓഫറാണ് എക്സ്പ്രസ് ഓഫറിൽ പറയുന്നത്. എങ്ങനെയാണ്? ദ ഓഫർ ക്യാൻ ബി മെയ്ഡ് ത്രൂ സ്പോക്കൺ വേർഡ്സ് ഓർ ഇൻ റൈറ്റിംഗ്. അതായത് വാക്കാലെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ, സച്ച് ലെറ്റർ, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ്, അങ്ങനെയൊക്കെ ഓരോ ഓഫർ വയ്ക്കും. അതിനെയാണ് എന്താ പറയുന്നത്? എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഇന്റൻറ്റ് ടു കോൺട്രാക്ട്, ദ ഓഫറർ മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് എ ക്ലിയർ ഇന്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദ ഓഫർ ഇഫ് ആക്സെപ്റ്റഡ് ബൈ ദ ഓഫറി. ഇപ്പോൾ ഓഫർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന ആ ടേംസ് ഉണ്ടല്ലോ, ഓഫറർ വെച്ചിരിക്കുന്ന ടേംസ് ക്ലിയർ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഓഫററിന് പറ്റണം. എന്താണ് എക്സാമ്പിൾസ് പറയുന്നത്? എ സെല്ലർ സെൻഡ്സ് എ റിട്ടൺ കൊട്ടേഷൻ ഡീറ്റെയിലിംഗ് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ടു എ പൊട്ടൻഷ്യൽ ബയർ. അതാണ് ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ വരുന്നത്. എന്താണ്? ഒരു സെല്ലർ ഒരു റിട്ടൺ കൊട്ടേഷൻ കൊടുക്കുകയാണ്. എന്താണ് കൊട്ടേഷനിലുള്ളത്? ഡീറ്റെയിലിംഗ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഗുഡ്സിൻ്റെ
ക്വാണ്ടിറ്റിയും പ്രൈസും ഡീറ്റെയിൽ ചെയ്തിട്ട് ഒരു റിട്ടേൺ കൊട്ടേഷൻ ഒരു പൊട്ടൻഷ്യൽ ബയറിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, അതൊരു റിട്ടേൺ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് അവിടെ. അതുപോലെ തന്നെ എന്താണ്, എ ലാൻഡ് ലോഡ് ഓഫേഴ്സ് ടു റെൻറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ടു എ ടെനൻറ്റ് ഫോർ എ സ്പെസിഫിക് മന്ത്ലി റെൻറ്റ്. അതായത് ഒരു സ്പെസിഫിക് മന്ത്ലി റെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് ലോഡ് ഒരു ടെനൻറ്റിന് ഒരു അപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് മന്ത് എന്നുണ്ട്, റെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ഓഫേഴ്സാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ ജോബ് ആപ്ലിക്കൻറ്റ് റിസീവ്സ് എ ഫോർമൽ ലെറ്റർ, ഓഫർ ലെറ്റർ സ്പെസിഫൈങ് സാലറി, ബെനിഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ്. അതായത് ഒരു ജോബ് ആപ്ലിക്കൻറ്റ് അയാൾക്ക് എന്താണ്, ഒരു ഫോർമൽ ഓഫർ ലെറ്റർ കിട്ടുകയാണ്. ആ ഓഫർ ലെറ്റർ എന്തായിരിക്കും ഉണ്ടാവുക, സാലറി എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ആ അങ്ങനെ എല്ലാം സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ട് ക്ലിയർലി സ്റ്റേറ്റഡ് വേർഡ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇംപ്ലൈഡ് ഓഫറാണ്. എൻ ഇംപ്ലൈഡ് ഓഫർ ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്. അതായത് ഇത് ഒരു ഇത് ഡിറൈവ് ചെയ്തത് ഒരു കണ്ടക്റ്റിലൂടെയാണ്. അതായത് എക്സ്പ്രസ് ഓഫർ പോലെ ഇത് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആയിരിക്കില്ല. ഇറ്റ്സ് ഇൻഫേർഡ് ഫ്രം ദ ആക്ഷൻസ് ഓർ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഇൻവോൾവ്ഡ്. അതായത് ഇതിൽ ഇൻവോൾവഡ് ആയിട്ടിരിക്കുന്ന പാർട്ടീസിൻ്റെ ആക്ഷൻസും കണ്ടക്റ്റും ആയിരിക്കും ഇത് ഇൻഫേർഡ് ചെയ്യുക. ഇഫ് സമ്മൺ, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, ഇഫ് സമ്മൺ ബോട്ട്സ് എ ബസ്, അതായത് ഒരു ബസ്സിൽ കയറി, ഇറ്റ് ഇംപ്ലൈസ് ആൻ ഓഫർ ടു പേ ദ ഫെയർ ഫോർ ദ ജേർണി. അതായത് ഇപ്പം നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ചാർജ്, അതായത് ബസ് ചാർജ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഫെയർ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഒബ്ലിഗേഷൻ നമുക്കുണ്ട്. സോ ഇറ്റ് ഇംപ്ലൈസ് ആൻ ഓഫർ ടു പേ ദ ഫെയർ ഫോർ ദ ജേർണി. അതായത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈവൻ വിത്തൗട്ട് ആൻ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാണ്ട് കൂടെ നമ്മൾ ബസ് ഫെയർ, നമ്മുടെ ജേർണിക്കുള്ള ബസ് ഫെയർ കൊടുക്കണം തന്നെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, ബൈഡിങ് അറ്റ് ആൻ ഓപ്ഷൻ. An act of bidding implies an offer to purchase an item at the bid price. അതായത് ഇപ്പോൾ ഓപ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ, ലേലത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു എക്സാമ്പിൾ ഓഫ് ഇംപ്ലൈഡ് ഓഫറാണ്. അതുപോലെ തന്നെ എന്താണ്, യൂസിങ് എ സർവീസ്, ഓർഡറിങ് ഫുഡ് ഫോർ ഹയറിങ് എ ടാക്സി ഇംപ്ലൈസ് ആൻ ഓഫർ ടു പേ ഫോർ ദ സർവീസ്. അതായത് ഒരു ഫുഡ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ടാക്സി ഹയർ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റിലൂടെയാണ്. അവിടെ വേർബലി അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ളൊരു ഓഫറോ എഗ്രിമെൻറ്റോ ഒന്നുമില്ല, നമ്മുടെ ആക്ഷൻസ് ആണ് അവിടെ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്. സച്ച് ഓഫേഴ്സ് ആർ കോൾഡ് ഇംപ്ലൈഡ് ഓഫേഴ്സ്. ഇനി അതുപോലെ എന്താണ്, ആക്സെപ്റ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആക്സെപ്റ്റിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ഡെലിവേർഡ് ബേസ്ഡ് ഓൺ ആൻ ഓർഡർ ക്യാൻ ഇംപ്ലൈ ആൻ എഗ്രിമെൻറ്റ് ടു പേ ഫോർ ദം. അതായത് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഇംപ്ലൈഡ് ഓഫറിലാണ് വരുന്നത്. ഇനി എന്താണ്, ഇതിൻ്റെ ഫോർമേഷൻ, ബോത്ത് എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് ഓഫേഴ്സ് ക്യാൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്സ്. അതായത് നമ്മുടെ എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറും കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷനിൽ ലീഡ് ചെയ്യാവുന്നതാണ്. ബട്ട് എവിഡൻസ് നീഡ് ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇംപ്ലൈഡ് ഓഫർ മേ ബി മോർ കോംപ്ലക്സ്. അതായത് ഇംപ്ലൈഡ് ഓഫർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു എവിഡൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. എക്സ്പ്രസ് ഓഫറിൽ നമുക്ക് കാണാം ക്ലിയർലി സ്റ്റേറ്റഡ് വേർഡ്സ്, അല്ലെങ്കിൽ അത് റിട്ടൺ അല്ലെങ്കിൽ ഓറൽ ആയിരിക്കുന്ന ഒരു ഇതുണ്ട് അവിടെ, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് അവിടെ. പക്ഷേ ഇംപ്ലൈഡ് ഓഫറിൽ എന്താണ്, കോണ്ടാക്റ്റിൽ കൂടെയാണ് ആ ഒരു ഓഫർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ അത് എന്താ പറയുക, പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ ജനറൽ ഓഫറാണ് നോക്കുന്നത്. ജനറൽ ഓഫർ എന്താണ്, പബ്ലിക്കിന് വേണ്ടി മേക്ക് ചെയ്തിരിക്കുന്ന ഓഫറാണ്. എന്താ അതിൽ പറയുന്നത്, A general offer in contract law is a proposal made to a public at large. അതായത് ഒരു ലാർജ് പബ്ലിക്കിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. rather than to a specific individual or group. ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനോ വേണ്ടിയിട്ടല്ല. anyone who becomes aware of that offer and performs that specified actions can accept. അതായത് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓഫർ അറിയുന്ന, ഈ ഓഫറിനെ കുറിച്ച് അവെയർ ആയിരിക്കുന്ന ആർക്കും വേണമെങ്കിലും ഈ ആക്സെപ്റ്റ് ഓഫർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഫോംസ് എ കോൺട്രാക്ട്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരും ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാണ്. എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ പബ്ലിക് നേച്ചറാണ്. ഇറ്റ് ഓപ്പൺസ് ടു എനിവൺ ഹൂ മീറ്റ്സ് ദ സ്റ്റേറ്റഡ് കണ്ടീഷൻസ്. അതായത് ഈ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ആണ്. ആക്സെപ്റ്റൻസ് ബൈ പെർഫോമൻസ്. ആക്സെപ്റ്റൻസ് ഇസ് യൂഷ്വലി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഫുൾഫില്ലിംഗ് ദ ടേംസ് ഓഫ് ദ ഓഫർ. അതായത് ഈ ഓഫർ ഫുൾഫിൽ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും എന്താണ് ഈ ആക്സെപ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. rather than by specific communication to the offerer. അതായത് ഓഫററിനോടുള്ള സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഇവിടെ നിർബന്ധമില്ല. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്,
റിവാർഡ്സ് ഫോർ ഫൈൻഡിങ് എ ലോസ്റ്റ് പെറ്റ്, അതായത് ഒരു പെറ്റിനെ കാണാതായി കഴിഞ്ഞാൽ അവിടെ റിവാർഡ് ഓഫർ ചെയ്യുന്നത്, അതെല്ലാം അത് പബ്ലിക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓഫറാണ്. അതായത് ഇപ്പം ഒരാളുടെ ഒരു പെറ്റിനെയോ എന്തിനെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടീസ് അടിച്ചിട്ട് അത് അന്വേഷിച്ച് കിട്ടി കൊടുക്കുന്നവർക്ക് ഒരു സ്പെസിഫിക് റിവാർഡ് കൊടുക്കുക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പബ്ലിക് ഓഫറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓർ എ കമ്പനി ഓഫറിങ് എ ഡിസ്കൗണ്ട് ടു ഓൾ കസ്റ്റമേഴ്സ് ഹു പർച്ചേസ് എ സർട്ടൻ പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ മോൾസിലും ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ഇത്ര, അതായത് ഡിസ്കൗണ്ട് ടു ഒരു സർട്ടൻ പ്രോഡക്റ്റ് സർട്ടൻ ടൈമിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നത് കൊടുക്കുന്നതെല്ലാം പബ്ലിക് ഓഫർ, അതായത് ജനറൽ ഓഫറാണ്. പബ്ലിക്കിന് വേണ്ടി അങ്ങനെ കൊടുക്കുന്നതാണ് പബ്ലിക് ഓഫർ ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ഓഫർ എന്താണെന്നാണ്. സ്പെസിഫിക് ഓഫർ എന്താണ്? സ്പെസിഫിക് ഓഫർ ഈസ് എ ഓഫർ മെയ്ഡ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടൊരു ഓഫർ വയ്ക്കുന്നതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ഓൺലി ദാറ്റ് സ്പെസിഫിക് ഓഫർ അല്ലെങ്കിൽ ഓഫറീസ് ക്യാൻ ആക്സെപ്റ്റ്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ, ഏതൊരു പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ടാണോ, ഏതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണോ ആ ഓഫർ ഓഫർ വെച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പബ്ലിക്കിന് വന്നിട്ട് അത് കേട്ട ആൾക്കാർക്കോ കണ്ട ആൾക്കാർക്കോ വന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. അൺലൈക്ക് ജനറൽ ഓഫർ പോലെയല്ല വിച്ച് ഇസ് മെയ്ഡ് ടു എ പബ്ലിക് അറ്റ് ലാർജ്, അതായത് ജനറൽ ഓഫർ നമ്മൾ കണ്ടു ആർക്ക് വേണമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതെങ്ങനെയാണ്? ഇത് ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓഫർ. ഇതിൻ്റെ ആക്സെപ്റ്റൻസസ് ആ സ്പെസിഫിക് ആർക്ക് വേണ്ടിയിട്ടാണോ ആ ഓഫർ വെച്ചത് അവർക്ക് മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് പേഴ്സൺ എ ഓഫേഴ്സ് ടു സെൽ ദെയർ കാർ ടു പേഴ്സൺ ബി, അതായത് എ എന്ന് പറയുന്ന പേഴ്സൺ ബി എന്ന് പറയുന്ന പേഴ്സണിന് മാത്രമേ കാറ് വിൽക്കാനുള്ളൊരു ഓഫർ വെച്ചിട്ടുള്ളൂ, വേറെ ആർക്കും അത് വെച്ചിട്ടില്ല. ബി എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ഇത്ര പ്രൈസിൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസിന് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ കാറ് വിൽക്കാമെന്ന് ഒരു ഓഫർ വയ്ക്കുകയാണ്. അത് ബിക്കാണ് ആ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സ്പെസിഫിക് ഓഫർ. ഓൺലി ദ പേഴ്സൺ ബി ക്യാൻ ആക്സെപ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ കോൺട്രാക്ട് ടു ബൈ ദ കാർ സേസ് ലീഗൽ റിസോഴ്സസ്, അതായത് ലീഗൽ റിസോഴ്സസ് പറയുന്നത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു സ്പെസിഫിക് ഓഫർ വെച്ച് കഴിഞ്ഞാൽ ആ ബി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനും ആ കാറ് വാങ്ങാനും പറ്റുള്ളൂ. അതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ആക്സെപ്റ്റൻസ് നോക്കാം. ആക്സെപ്റ്റൻസ് എന്താണ്? അസെന്റ് ടു ദ ടേംസ് ഓഫ് ദ ഓഫർ, അതായത് നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ഒരു ആക്സെപ്റ്റൻസ് വരുന്നത്. റൂൾസ് ഫോർ വാലിഡ് ആക്സെപ്റ്റൻസ്. ഇപ്പോൾ ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. എങ്ങനെയാണ്? മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ, അതായത് ആബ്സല്യൂട്ടും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആക്സെപ്റ്റ് ആയിരിക്കണം. അത് സെക്ഷൻ 7 പറയുന്നത്. ഇനി മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ, അതായത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഓഫററിന്, അതായത് ആരാണോ ഓഫർ ഫോർവേഡ് ചെയ്യുന്നത്, ഓഫർ വിൽക്കുന്നവരെയാണല്ലോ ഓഫറർ എന്ന് വിളിക്കുന്നത്, ആ ഓഫററിനോട് നമ്മുടെ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മോഡ് ഇഫ് എനി, അതായത് ഇങ്ങനെയാണോ ഓഫർ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മോഡിൽ തന്നെ അത് ചെയ്തിരിക്കണം. അതെന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി സൈലൻസ് ഈക്വൽ ടു ആക്സെപ്റ്റൻസ്, അതായത് സൈലൻസ് ഒരിക്കലും ആക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. നോട്ട് ഈക്വൽ ടു ആക്സെപ്റ്റൻസ് ആണെന്ന് കേട്ടോ പറയുന്നത്. സൈലൻസ് നോട്ട് ഈക്വൽ ടു ആക്സെപ്റ്റൻസ്. ഇപ്പോൾ സൈലൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആക്സെപ്റ്റൻസ് ആയിരിക്കില്ല. അതിനൊരു ഇമ്പോർട്ടൻറ്റ് കേസ് ലോ ഉണ്ട്. അത് ഫ്ലഡ് ഹൗസ് വേഴ്സസ് ബ്ലൈൻഡ്ലി കേസാണ്. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആക്സെപ്റ്റൻസ് അതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഓഫർ സേസ് പേ ബൈ UPI വിത്തിൻ 2 days എന്ന് പറയാണ്. ഇഫ് ബയർ സെൻസ് ചെക്ക് ആഫ്റ്റർ 5 days നോട്ട് വാലിഡ് ആക്സെപ്റ്റൻസ്, അതായത് ആ ഒരു ഓഫറിൽ ബൈ യു പി ഐയിൽ 2 ദിവസത്തിനുള്ളിൽ പേ ചെയ്യാനാണ് പറയുന്നുണ്ടെങ്കിൽ ബയർ എന്താ ചെയ്യുക? ബയർ സെൻസ് ചെക്ക് ആഫ്റ്റർ 5 days, അതായത് 5 ദിവസം കഴിഞ്ഞിട്ട് ചെക്കാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡ് ആയിട്ടൊരു ആക്സെപ്റ്റൻസ് ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫറിൽ സ്പെസിഫിക് ടൈം ആൻഡ് ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ സ്പെസിഫിക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ആക്സെപ്റ്റൻസിൽ പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ തേർഡ് നോക്കുന്നത് കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ്റെ സെക്ഷൻ വരുന്നത് 2 D ആണ്. സെക്ഷൻ 2 Dയിലാണ് കൺസിഡറേഷൻ പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത് സംതിങ് ഇൻ റിട്ടേൺ, ഒരു സാധനം തിരിച്ചു കൊടുക്കുന്നത്, അതായത് കൺസിഡറേഷൻ ആക്ട് ദ ആബ്സിസ്റ്റൻസ് ഓർ പ്രോമിസ് ഗിവൺ ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ പ്രോമിസ്, അതായത് ഒരു പ്രോമിസിന് എക്സ്ചേഞ്ച് ആയിട്ട് ഒരു ആക്റ്റോ ആബ്സിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു പ്രോമിസോ കൊടുക്കുന്നതിനെയാണ്
എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? സംതിങ് ഇൻ റിട്ടേൺ, അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, അതായത് പാസ്റ്റിലോ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഉള്ള എന്തെങ്കിലും ഒരു പ്രോമിസിനെ നമുക്ക് കൺസിഡറേഷനായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതിൽ പറയുന്നത് മസ്റ്റ് ബി റിയൽ ആൻഡ് ലോഫുൾ, ലോഫുള്ളും റിയലും ആയിരിക്കണം കൺസിഡറേഷൻ. അതുപോലെ തന്നെ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, അതായത് പ്രോമിസറിൻ്റെ ഡിസയറിന് അനുസരിച്ച് മൂവ് ചെയ്യണം, അത് മസ്റ്റാണ്. ആൻഡ് ക്യാൻ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻ മൂവ് ഫ്രം പ്രോമിസി ടു എനി അതർ പേഴ്സൺ, അതായത് പ്രോമിസിൽ നിന്ന് എനി അതർ പേഴ്സണിലേക്ക് അത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് കൺസിഡറേഷൻ്റെ റൂൾസ് വരുന്നത്. ഇതിലെ കേസ് ലോ വരുന്നത് ചിന്നയ്യ വേഴ്സസ് രാമയ്യ 1882 ആണ്. കൺസിഡറേഷൻ ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി, അതായത് ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കൺസിഡറേഷൻ മൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. എക്സെപ്ഷൻസ് എന്താണ്? നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ഒരു കോൺട്രാക്ട് ഉണ്ടാവില്ല. അത് പറയുന്നത് സെക്ഷൻ 25 പിന്നെ എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് എഫെക്ഷൻ, എന്താണ് അതിൻ്റെ എക്സെപ്ഷൻസ് പറയണത്? നേച്ചുറൽ ലവ് അല്ലെങ്കിൽ എഫെക്ഷൻസ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്, അതിലൊന്നും ഒരിക്കലും കൺസിഡറേഷൻ വരില്ല എന്നാണ്. അതൊന്നും ഒരു കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ് വോളണ്ടറി സർവീസ്, അതൊന്നും നമുക്ക് കോൺട്രാക്റ്റായിട്ടോ കൺസിഡറേഷനായിട്ടോ പറ്റില്ല. പ്രോമിസ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി എന്താ നോക്കുന്നത്? കപ്പാസിറ്റി ടു കോൺട്രാക്ട്, കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെന്ന് നോക്കുന്നത്. അത് സെക്ഷൻ 11 and 12 ആണ് പറയുന്നത്. ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ഒരു പേഴ്സൺ ഷുഡ് ബി മേജർ, അതായത് 18 വയസ്സോ അതിന് എബോവോ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് മസ്റ്റ് ബി സൗണ്ട് മൈൻഡഡ്, അതായത് സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം. എന്താ പറയുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇംപ്ലിക്കേഷൻസ് ജഡ്ജ് ചെയ്യാനും കോൺട്രാക്റ്റ് എന്തിനാണ് അതിനുള്ള ആ ഒരു കോമൺ സെൻസും അതുപോലെ തന്നെ ആ സൗണ്ട് മൈൻഡഡും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഫുള്ളി ഡിസ്ക്വാളിഫൈഡ് ആവാനായിട്ട് പറ്റില്ല. അതായത് ഏലിയൻ എനിമീസ്, ബാങ്ക്രപ്റ്റ്സിനോ കടക്കണി വന്നവർക്കോ, പിന്നെ അതായത് ഏലിയൻ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സംസ്ഥാനത്തുകാർക്കോ, അതായത് നമ്മുടെ ഏലിയൻ എനിമീസിനെയാണല്ലോ അങ്ങനെ പറയുന്നത്. നമ്മൾ ശത്രുക്കളായിട്ടിരിക്കുന്ന എനിമീസിനോ അവർക്കൊന്നും ഒരിക്കലും ലോഫുള്ളി ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി മൈനസ് എഗ്രിമെൻറ്റ് വോയിഡ് അബ്നീഷ്യോ ആണ് നമ്മൾ കണ്ടു. എന്താണ് അതിൻ്റെ കേസ് വരുന്നത്? മൊഹോരി ബിബി വേഴ്സസ് ദാമോദാസ് ഘോഷ് ആണ്. ആ കേസിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അപ്പോൾ മൈനസ് എഗ്രിമെൻറ്റ് വോയിഡ് അബ്നീഷ്യോ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു മൈനറിൻ്റെ എഗ്രിമെൻറ്റ് ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല. അത് ഫ്രം സ്റ്റാർട്ടിങ്ങിലെ അത് വോയിഡ് ആയിരിക്കും. ഇനി അൺസൗണ്ട് മൈൻഡിന് എന്താണ്? കോൺട്രാക്ട് വാലിഡ് ഓൺലി ഡ്യൂറിങ് ലൂസിഡ് ഇൻ്റർവെൽസ്, അതായത് ലൂസിഡ് ഇൻ്റർവെൽസിൽ മാത്രമാണ് കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രീ കൺസെൻ്റ് ആണ്. ഫ്രീ കൺസെൻറ്റ് പറയണത് സെക്ഷൻ 13 to 22 ഫ്രീ കൺസെൻറ്റ് പറയണത്. എന്തായാലും പറയുന്നത് കൺസെൻറ്റ് പാർട്ടീസ് അഗ്രീയിങ് ഓൺ ദ സെയിം തിങ് ആൻഡ് ദ സെയിം സെൻസ്. ഇപ്പോൾ 2 പാർട്ടീസ് ഒരു കൺസെൻറ്റിൽ ഒരു അഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരേ കാര്യത്തിന് ഒരേ സെൻസിൽ അഗ്രി ചെയ്താൽ മാത്രമാണ് അവിടെ കൺസെൻറ്റ് വരുള്ളൂ. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലാറ്റിൻ ആയിട്ടുള്ള ഒരു ടേം എന്താന്ന് പറയുന്നത് കൺസെൻസസ് എഡഡ് ആണ്. സെയിം തിങ് ആൻഡ് ദ സെയിം സെൻസ് വരുന്നതാണ് കൺസെൻസസ് എഡഡ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേം. ഇതിലെന്താണ്? കൺസെൻറ്റ് ഈസ് ഫ്രീ ഇഫ് നോട്ട് കോസ്റ്റ് ബൈ, അതായത് കൺസെൻറ്റ് ഫ്രീ ആണ് ഈ പറയുന്ന സാധനങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അതെന്തൊക്കെയാണ്? കോവേഷൻ സെക്ഷൻ 15 ആണ് പറയുന്നത്. കോവേഷൻ എന്ന് പറയുമ്പോൾ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റിംഗ് അൺലോഫുൾ ആക്ട്, അതായത് ഇപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സമ്മതം നേടിയെടുക്കുക സമ്മതം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കോഷൻ എന്താണ്? കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് അൺലോഫുൾ ആക്ട്, അതായത് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ കൺസെൻറ്റ് വാങ്ങിയെടുക്കുന്നത് ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. സെക്ഷൻ 15 ആണ് കോഷൻ പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കേസിലും ചിക്കം അമ്മിരാജു വേഴ്സസ് ചിക്കം ശേഷമ്മയാണ്. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഡോമിനേറ്റിംഗ് വിൽ ഓഫ് അനദർ, എക്സാമ്പിൾ സ്പിരിച്വൽ ഗുരു ഇൻഫ്ലുവൻസിങ് ഡിവോട്ടിങ്, അതായത് ഒരു സ്പിരിച്വൽ ഗുരു ആയിട്ട് വന്നിട്ട് ഒരു ഡിവോട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ ബൈ ഇൻഫ്ലുവൻസ് അവിടെ ഒരു ഡോമിനൻറ്റ് പൊസിഷനാണ്. അതായത് ഇപ്പോൾ പാരൻ്റ് ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ പാരൻ്റ് ആയിരിക്കും അവിടെ ഡോമിനൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷൻ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അങ്ങനെ നിർബന്ധിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 16 പറയുന്നത്.
ഇനി ഫ്രോഡ് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഫ്രോഡ് എന്താണ്? ഇൻറ്റൻഷണൽ ഡിസെപ്ഷൻ ടു ഇൻഡ്യൂസ് അനദർ, അതായത് അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ചതിക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡും പാടില്ല. ഇനി മിസ്റെപ്രസെൻറ്റേഷൻ ആണുള്ളത്. ഫ്രോഡ് പറയുന്നത് സെക്ഷൻ 17-ലാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് സെക്ഷൻ 16. ഇനി മിസ്റെപ്രസെൻറ്റേഷൻ വരുന്നത് സെക്ഷൻ 18-ലാണ്. ഇന്നസെൻറ്റ് ബട്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇന്നസെൻ്റ് ആയിരിക്കും പക്ഷേ ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൺസെൻറ്റ് ഒരിക്കലും നേടിയെടുക്കാൻ പാടില്ല. അത് പറയുന്നത് സെക്ഷൻ 18-ലാണ്. ഇനി മിസ്റ്റേക്ക് നോക്കാം. മിസ്റ്റേക്ക് വരുന്നത് സെക്ഷൻ 22-ലാണ്. എറർ അബൌട്ട് എ ഫാക്ട് ഓർ ലോ, അതായത് നമ്മുടെ ഫാക്റ്റോ അല്ലെങ്കിൽ ലോവിനെ കുറിച്ചോ എററായിട്ട്, അതായത് മിസ്റ്റേക്ക് ചെയ്തിട്ടും കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കൺസെൻറ്റിൽ വരുന്ന പോയിന്റ്സ്. ഇനി ലോഫുൾ ഒബ്ജക്റ്റും കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. അത് വരുന്നത് സെക്ഷൻ 23-ലാണ്. എഗ്രിമെൻറ്റ് വോയിഡ് ഓഫ് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് ഫോർബിഡൻ ബൈ ലോ, അതായത് ഇപ്പോൾ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. നമ്മുടെ എന്താ പറയുക, എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ബൈ ലോ ഫോർബിഡൻ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫക്ട്സ് പ്രൊഫഷൻ ഓഫ് ലോ വരുന്നത് ഫ്രോഡുലൻ്റ്, ഇൻവോൾവ്സ് ഇഞ്ചുറി ടു പേഴ്സൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടി, പിന്നെ ഇമ്മോറൽ ഓർ ഒപ്പോസ്ഡ് ടു പബ്ലിക് പ്രോപ്പർട്ടി പോളിസി. എന്താ പറയുക, അതിൻ്റെ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഒബ്ജക്ട്സ് ഇമ്മോറൽ അല്ലെങ്കിൽ ഒപ്പോസ്ഡ് ടു പബ്ലിക് പോളിസിക്ക് ഇമ്മോറൽ അല്ലെങ്കിൽ ഒപ്പോസ്ഡ് ആണെങ്കിൽ അത് ഒരു കൺസിഡറേഷനായിട്ട് ലോഫുൾ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ കൺസിഡറേഷന് ഫോർബിഡൻ ആയിട്ട് വരും. പിന്നെ ഫ്രോഡുലൻ്റ് ആക്ട്സ്, അതുപോലെ തന്നെ ഇൻവോൾവ്സ് ഇഞ്ചുറി ടു എ പേഴ്സൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണിന് ഇഞ്ചുറി വരുത്തുകയാണെങ്കിൽ അത് ഫോർബിഡൻ ബൈ ലോ ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് ഫോർ ഗാംബ്ലിംഗ് ഇൻ സ്റ്റേറ്റ്സ് വർ പ്രൊഹിബിറ്റഡ്, അതായത് രാജ്യങ്ങളിലിരുന്നിട്ട് ഗാംബ്ലിംഗ്, ചൂത് കളിക്കുക എന്നുള്ള ഒരു കോൺട്രാക്റ്റ് വോയിഡാണ്, അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ്, അങ്ങനെ എൻട്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി സെർട്ടൈനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് പറയുന്നത്. അത് സെക്ഷൻ 29 ആൻഡ് 56. സെക്ഷൻ 29-ഉം 56-ഉമാണ് സെർട്ടൈനിറ്റിയും പോസിബിലിറ്റി ഓഫ് പെർഫോമൻസും പറയുന്നത്. അതിലെന്താ പറയുന്നത്? The terms must be clear, vague terms clear. പിന്നെ അതുപോലെ vague terms make contract void, അതായത് അതിൽ ഒരു കോൺട്രാക്റ്റിൽ, ഒരു പ്രോമിസിൽ അല്ലെങ്കിൽ ഒരു ഓഫറിൽ കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ വേഗ് ആയിട്ടുള്ള ടേംസ് കോൺട്രാക്റ്റിന്, അതായത് വേഗ് എന്ന് പറയുന്നത് അൺക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് അല്ലാത്ത ടേംസ് കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കും. അതിൻ്റെ കേസ് ലോ വരുന്നത് സ്കാമൽ വേഴ്സസ് ഔസ്റ്റൺ ആണ്. അപ്പോൾ എന്താണ്, ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് ഷുഡ് ബി ക്ലിയർ ആയിട്ടുള്ള ടേംസ് ആയിരിക്കണം കോൺട്രാക്റ്റിൽ കൊടുക്കേണ്ടത്. ഇനി ഇമ്പോസിബിൾ ആക്ട്സ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ്, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്ട്സ് ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില ആക്ട്സിൻ്റെ മേലെ ഒരു കോൺട്രാക്റ്റ് പറയുന്നത് അത് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിലെ കേസിലോ വരുന്നത് സത്യബ്രാഥ ഗോസ് വേഴ്സസ് മുഗ്നീറം ഭംഗൂർ ആൻഡ് കോ ആണ്. അതിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ സച്ച് ആക്ട്സ്, ഇമ്പോസിബിൾ ആക്ട്സ് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ട് ഡിക്ലെയർഡ് വോയിഡ് അല്ലാണ്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? അഗ്രിമെൻറ്റ് ഷുഡ് നോട്ട് ബി വോയിഡ് അണ്ടർ ദ ആക്ട്, അതിൽ പറയുന്നത് എക്സാമ്പിൾ റിസ്ട്രെയിൻ ഓഫ് മാരേജും റിസ്ട്രെയിൻ ഓഫ് ട്രേഡും ആണ്. അങ്ങനെയുള്ള ആക്ട്സ് ഒരിക്കലും വോയിഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ്. ഇനി കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യം തന്നെ വരുന്നത് ഓൺ ബേസിസ് ഓഫ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ കണ്ടു എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ബൈ വേർഡ് ആണെന്ന് കണ്ടു. അങ്ങനെയാണ് ഫോർമേഷൻ, അതായത് കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷൻ അങ്ങനെയാണ്. ഓഫർ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ബൈ വേർഡ്സ് ആയിരിക്കും എക്സ്പ്രസ് കോൺട്രാക്റ്റിൽ. അതുപോലെ ഇംപ്ലൈഡ് കോൺട്രാക്ട്സിൽ എങ്ങനെയായിരിക്കും? ക്രിയേറ്റഡ് ബൈ കണ്ടക്ട്, അതായത് ഇതിൽ സ്റ്റേറ്റ് വേർഡ്സോ ഓറലോ റിട്ടേണോ ഒന്നും വേണ്ട, ബൈ കണ്ടക്ട് ആയിരിക്കും ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ഉണ്ടാവുക. നമ്മൾ ഓഫർ കണ്ട പോലെ തന്നെയാണ് ഇതിൽ. ഇനി ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്റ്റിൽ എന്താണ്? നോട്ട് ആക്ച്വൽ കോൺട്രാക്ട്, ഇത് ആക്ച്വൽ ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആയിരിക്കില്ല, ബട്ട് ഒബ്ലിഗേഷൻസ് ഇമ്പോസ്ഡ് ബൈ ലോ ടു പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്. അതായത് പക്ഷേ ഇതിൽ ഒബ്ലിഗേഷൻസ് ബൈ ലോ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ഉണ്ടാവും ടു പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്, അതായത് അൺജസ്റ്റ് ആയിട്ടുള്ള എൻറിച്ച്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ലോ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ഇവിടെ ഉണ്ടാവും, പക്ഷേ ആക്ച്വൽ ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആയിരിക്കില്ല. അതാണ് ഹാഫ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 68 to 72 ആണ്. ഇനി നെക്സ്റ്റ് ഓൺ ബേസിസ് ഓഫ് പെർഫോമൻസിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ഉണ്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് ഉണ്ട്, യൂണിലാറ്ററൽ ഉണ്ട്, ബൈലാറ്ററൽ ഉണ്ട്. എക്സിക്യൂട്ടഡ് എന്താ പറയുന്നത്, ബോത്ത് പാർട്ടീസ് ഹാവ് പെർഫോംഡ്. എക്സിക്യൂട്ടഡ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടീസും അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. ഇനി എക്സിക്യൂട്ടറി എന്താണ്, എക്സിക്യൂട്ടറി എന്ന് പറയുമ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എക്സിക്യൂട്ടറി പറയുന്നത് യെറ്റ് ടു ബി പെർഫോംഡ്. അതായത് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു സംഭവമാണ്, പെർഫോം ചെയ്ത് കഴിഞ്ഞ ഒരു കോൺട്രാക്റ്റിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിലെന്താണ് യെറ്റ് ടു ബി പെർഫോംഡ്, അതായത് പെർഫോം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യെറ്റ് ടു ബി, ഇനി ഇത്രയും ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല, പെർഫോം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇനി യൂണിലാറ്ററൽ എന്താണ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ പറയുന്നത് ഓൺലി വൺ പാർട്ടി ടു പെർഫോം, അതായത് ഒരു പാർട്ടിയെ പെർഫോം ചെയ്യാനുള്ളൂ. ബൈലാറ്ററൽ എന്താണ്, ബോത്ത് പാർട്ടീസ് ഹാവ് ഒബ്ലിഗേഷൻസ്, രണ്ട് പാർട്ടിക്കും ഡ്യൂട്ടി ഉണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, ബോത്ത് പാർട്ടീസ് ഹാവ് ഒബ്ലിഗേഷൻസ്, അതാണ് ബൈലാറ്ററൽ പറയുന്നത്. യൂണിലാറ്ററൽ എന്താണ്, ഓൺലി വൺ പാർട്ടി, പെർഫോം ചെയ്യാൻ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, അതാണ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ ബോത്ത് പാർട്ടീസ് ഹാവ് ഒബ്ലിഗേഷൻസ്, രണ്ട് പാർട്ടിക്കും അവിടെ ഒബ്ലിഗേഷൻ ഉണ്ട് പക്ഷെ പെർഫോം ചെയ്തിട്ടില്ല. ഇനി എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഓൺ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്താ പറയുന്നത്, വാലിഡ് എന്ന് പറയുമ്പോൾ എല്ലാ എസെൻഷ്യലും ഫുൾഫിൽ ആയിക്കഴിഞ്ഞാൽ അതൊരു വാലിഡ് ആയിരിക്കും. അതിൻ്റെ എൻഫോഴ്സിബിലിറ്റി അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എല്ലാം ഫുൾഫിൽ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ വാലിഡ്. ഇനി വോയിഡ് എന്താണ്, നോട്ട് എൻഫോഴ്സിബിൾ ചെയ്യാനേ പറ്റില്ല, ഒരു കാരണവശാലും അത് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇനി വോയിഡബിൾ എന്താണ്, ബൈൻഡിങ് അൺലെസ് അവോയ്ഡഡ് ബൈ വൺ പാർട്ടി, അതായത് അൺലെസ് അവോയ്ഡ്, ഇപ്പോൾ ഒരു പാർട്ടി അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ബൈൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വോയിഡബിൾ ആക്കാനായിട്ട് പറ്റും. ബൈൻഡിങ് അൺലെസ് അവോയ്ഡഡ് ബൈ വൺ പാർട്ടി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇല്ലീഗൽ എങ്ങനെയാണ്, ഇല്ലീഗൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൊഹിബിറ്റഡ് ബൈ ലോ, അതായത് ലോ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതിനാണ് ഇല്ലീഗലായിട്ടെന്ന് പറയുന്നത്. ഇനി അൺഎൻഫോഴ്സിബിൾ എന്താണ്, അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഡിഫക്ട്സ്, അതായത് ടെക്നിക്കൽ ഡിഫക്ട്സ് ഒക്കെ കാരണം അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല, അതാണ് അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ എൻഫോഴ്സിബിലിറ്റിയിൽ വരുന്നത്. ഇനി സ്പെഷ്യൽ കോൺസെപ്റ്റ്സ് ഇൻ കോൺട്രാക്റ്റിലുള്ള സ്പെഷ്യൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോണ്ടിജന്റ് കോൺട്രാക്ട്സ് പറയുന്നത് സെക്ഷൻ 31 to 36 അതിൽ പെർഫോമൻസ് ഡിപ്പെൻഡ് ഓൺ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൈൻ ഇവൻറ്റ്, അതായത് അതിൻ്റെ പെർഫോമൻസ് ഒരു അൺസർട്ടൈൻ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അത് പറയുന്നതാണ് സെക്ഷൻ 31 to 36. അതായത് പെർഫോമൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ് അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ് ഓഫ് എ അൺസർട്ടൈൻ ഇവൻറ്റ്. അൺസർട്ടൈൻ ആയിട്ടൊരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാതിരിക്കുകയോ അങ്ങനെയുള്ള ഒരു പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോണ്ടിജന്റ് കോൺട്രാക്ട്സ് ഇരിക്കുന്നത്. ഇനി വോയിഡ് അഗ്രിമെൻറ്റ്സ് എങ്ങനെയാണ്, സെക്ഷൻ 24 to 30 വോയിഡ് അഗ്രിമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതിലെന്താണ് അഗ്രിമെൻറ്റ്സ് ഇൻ റിസ്ട്രെയിൻ ഓഫ് മാരേജ്, ട്രേഡ്, ലീഗൽ പ്രൊസീഡിങ്സ് എക്സ്ട്രാ. വോയിഡ് അഗ്രിമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, മാരേജിൻ്റെ റിസ്ട്രെയിൻ വരുമ്പോൾ, ട്രേഡിന് റിസ്ട്രെയിൻ വരുമ്പോൾ, ലീഗൽ പ്രൊസീഡിങ്സിന് റിസ്ട്രെയിൻ വരുമ്പോൾ ഒക്കെ അവിടെ ഒരു വോയിഡ് അഗ്രിമെൻറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. സെക്ഷൻ 24 to 30 വോയിഡ് അഗ്രിമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഓൺലി പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ക്യാൻ സ്യൂട്ട് ഓർ ടു ബി സ്യൂഡ്, അതായത് ഒരു കോൺട്രാക്റ്റിലിരിക്കുന്ന പാർട്ടീസോ, അതായത് ആ കോൺട്രാക്റ്റിൽ ഇരിക്കുന്ന പാർട്ടീസിന് മാത്രമേ സ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ടു ബി സ്യൂഡോ പറ്റുള്ളൂ. അതായത് ഒരു തേർഡ് പാർട്ടീനെ ഒരിക്കലും നമുക്ക് സ്യൂ ചെയ്യാനോ അവർക്ക് വന്ന് സ്യൂ ചെയ്യാനോ ഒരിക്കലും പറ്റില്ല. അതാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. So that's all for this session, and I think ഇതുവരെ പറഞ്ഞതെല്ലാം കുറച്ച് സ്പീഡി ആണെങ്കിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഐ ഹോപ്പ്. ആൻഡ് വാലിഡ് കോൺട്രാക്ട് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ലോഫുൾ ബിസിനസ് ആൻഡ് ഡെയിലി ട്രാൻസാക്ഷൻ. ഒരു വാലിഡ് കോൺട്രാക്ട് ഒരു ലോഫുൾ ബിസിനസ്സിൻ്റെയും അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻസിൻ്റെയും ബാക്ക് ബോൺ ആണ്. ആൻഡ് എന്താണ് എസെൻഷ്യൽസ് എൻഷുർ ഫെയർനെസ്, ലീഗാലിറ്റി ആൻഡ് എൻഫോഴ്സിബിലിറ്റി. ഇതിൻ്റെ എസെൻഷ്യൽസ് ലീഗാലിറ്റിയും ഫെയർനെസ്സും എൻഫോഴ്സിബിലിറ്റിയും എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ദ ക്ലാസിഫിക്കേഷൻസ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ദെയർ ലീഗൽ കോൺസിക്വൻസസ്.
അതിനെല്ലാമാണ് ക്ലാസിഫിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു കോൺട്രാക്റ്റിന് എക്സെഷൻ ഇടുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നോക്കുക, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നോക്കും, പെർഫോമൻസ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എല്ലാം നമുക്ക് കോൺട്രാക്റ്റിൻ്റെ ക്ലാസ് ഇടുകയാണെങ്കിൽ നമുക്കതിൽ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഐ ഹോപ്പ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺട്രാക്ട് ലോ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. നമ്മൾ 2 സെഷനിലായിട്ട് ഇൻട്രൊഡക്ഷനാണ് തന്നിരിക്കുന്നത്. അതിൽ അത്യാവശ്യം കോൺട്രാക്ട്സിൻ്റെ ബേസിക്സും എസെൻഷ്യൽസും എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായെന്ന്. ഓക്കെ, ബൈ ഫ്രം മാഗ്ന ജൂറിസ്. താങ്ക് യു.